कभी कभी मेरे दिल में ख्याल आता है कि जैसे तुझको सुहाग रात है घूंघट രവി ഓ ഞാൻ ചായ ഒന്നും ആയില്ലടാ. മാമന്റെ ചായ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അവൾ ഉണ്ടായിരുന്ന ഇതിനു മുമ്പേ ചായ കിട്ടി. പഞ്ചസാര എടുക്കാൻ 2 സ്പൂണ് ഇവിടെ വെച്ചിരിക്കണോ? അതെ, മാമൻ കിടന്ന് ഉറങ്ങിയോണ്ടാണ് ഞാൻ പിന്നെ ഒന്ന് വിളിക്കാത്തത്. ചായയൊക്കെ ആയിട്ട് വന്ന് വിളിക്കാന്ന് വിചാരിച്ചിരുന്നു. വയ്യേ? ഒന്നുമില്ല. അതെ, ചായയും കുടിച്ചിട്ട് കുളിക്കുമ്പം ആ ക്ഷീണമൊക്കെ അങ്ങ് പോകും. ആ മോളെ വാ. ഇവിടെ എന്താണ് പരിപാടി? ഉണ്ണിയാമനൊരു ചായ ഇട്ട് കൊടുത്തു. പിന്നെ ഇനി അടുത്ത കറിയിൽ വെക്കണം. ഇപ്പം മോര് കാച്ചിയതുണ്ട്, അവിയലുണ്ട്. പിന്നെ നിനക്ക് വല്ല പ്രത്യേകിച്ച് വല്ലതും വേണോ? പ്രത്യേകിച്ച് അങ്ങനെയൊന്നും വേണ്ട. എന്റെ വല്ല ഹെൽപ്പ് വേണോ? അങ്ങനെ ഹെൽപ്പ് വേണോന്ന് വെച്ചാൽ ഹെൽപ്പിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എന്റെ മോക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ആയിക്കോട്ടെ. മോളെ, ഉണ്ണിയാമനെ ഒരു ക്ഷീണം പോലെ എനിക്ക് തോന്നുന്നു. ക്ഷീണോ? എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. അല്ല, ഉണ്ട്, ഒരു ഇല്ലാത്ത. നീ അപ്പുവിന്റെ ശരീരം എപ്പോഴും ക്ഷീണിച്ചല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ശരീരം ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഉണ്ണിയാമൻ എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് ഓടിച്ചാടി നടക്കുന്ന ആളാണ്. ഇപ്പൊ ഒരു 2 ദിവസമായിട്ട് എന്തോ ഒരു 2 ദിവസമായിട്ട് മിണ്ടാട്ടമൊന്നും ഇല്ല. ഒരിടത്ത് മാറി ഇങ്ങനെ ഇരിക്കുന്നതാണ്. മറ്റേ നാഴികക്ക് 40 വട്ടം വല്ലതൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിച്ചാടി നടന്നിരുന്ന ആളല്ലേ. എന്തോ എനിക്കൊരു വിഷമം പോലെ പുള്ളി ഒരു വല്ലായി. അതെ, ഈ പ്രായമായ ആൾക്കാർ നല്ല ഉഷാറായിട്ട് നടക്കുമ്പോഴേ അത് കാണുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ്. ഇങ്ങനെ സുഖമില്ലാത്ത പോലെയൊക്കെ തോന്നുകയാണെങ്കിലേ അച്ഛനെന്തോ മനസ്സിന് ഭയങ്കര ഒരു വിഷമവും ഒരു വിമിഷ്ടമൊക്കെയാണ്. അച്ഛാ, ആ കാര്യമൊന്നും ആലോചിച്ചപ്പോ ടെൻഷൻ ആവാതെ ഇപ്പൊ നമുക്ക് പാചകത്തിലേക്ക് പോവാം. ബാക്കിയൊക്കെ പിന്നെ. പാചകത്തിലൊക്കെ നീ നിസ്സാരമായിട്ട് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം അറിയോ, ഇവരൊക്കെയാണ് നമ്മുടെ കുടുംബത്തിലെ നെടും തൂണുകൾ. അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. നെഗറ്റീവ് അടിക്കാതെ ഒന്നും വരൂല. ഒന്നും വരില്ല. പിന്നെ വേറെ എന്തുണ്ടാക്കാം? ഇനി ബീൻസ് ഇരിപ്പുണ്ട്, എടുത്തു ഒരു വെക്കല്ലേ. അല്ല, രാമന് പിങ്കി വന്നില്ലേ? അത് പിന്നെ പറയണോ, വല്ലപ്പോഴല്ല റാമങ്ങളിനെ കിട്ടുന്നത്. പിന്നെ അവള് വിടോ? കണ്ണി കണ്ട ബേക്കറിയിലൊക്കെ കൊണ്ട് കയറ്റിക്കാണും. എന്റെ മോള് പിന്നെ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാ മുതലാക്കിയേ വിടുകയുള്ളൂ. അതത്രേ ഉള്ളൂ. നിനക്ക് ചായ വേണോ? ചായ കിട്ടിയാ കൊള്ളാം.